ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഞാനൊരു ബദൽ രേഖ സമർപ്പിച്ചു. ഹെഡ് മാസ്റ്റർ എന്നെ പുറത്താക്കി. എന്ത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഈ പഞ്ചായത്ത് മുഴുവൻ ഞാൻ കിടുകിടാ വരപ്പിച്ച ഗുണ്ടയാ. ആരാത്? ഗോപൻ ഗുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടല്ലോ, ഗോപൻ ഗുണ്ട. ആളെന്താ ചെയ്യണേ? പഠിക്കുക? അതെ, ഗുണ്ടയ്ക്ക് പഠിക്കുക. പഠിച്ചു വലിയ നിലയിലെത്തുന്ന ജാതകത്തില്. അതിനുള്ള കഠിനാധ്വാനത്തിലല്ലേ അവൻ. സ്കൂളിൽ കൊണ്ടുവന്ന മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകന് നേരെ കൊലവിളി നടത്തുന്ന വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് ഇന്നലെ കേരളം കണ്ടത്. ഏത് കൊല കൊമ്പനായാലും എനിക്ക് പുല്ലാടി പുല്ല്. ഈ ഇടിവെട്ട് സൂണിന് അവർക്കറിയില്ല. മനസ്സിലായാടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചതിനാണ് വിദ്യാർത്ഥി അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയത്. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. പഠിക്കില്ല കേട്ടോ. ഇന്ന് രാത്രി മാഷ കൊല്ലും. പുറത്ത് കിട്ടിയാ തീർക്കുനാണ്. കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോണ്ട ഭീഷണി അതെന്റെ അടുത്ത് വേണ്ട. ഞാൻ പേടിക്കും. നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നാലേ ബാക്കിയുള്ള കുട്ടികളോട് ചീത്തയാവുള്ളൂ. സാറിന് കഴിഞ്ഞ് എവിടെയും പുറത്ത് കിട്ടിയാ തീർക്കുനാണ്. കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. അയ്യോ എന്നത് ചെയ്യല്ലേ. എന്താണ് മക്കളെ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ആദ്യമേ എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? തേങ്ങ മാങ്ങന്റെ കാട്ട് ഞാൻ പറഞ്ഞു. ഇന്ന നിന്റെ ഉള്ളിലിട്ട് ഭയങ്കര കാലാവസ്ഥ വീടൊക്കെ എടുത്തിട്ടേ. ചൂടാകാതെ ഈ കടയിലെ ചായക്കില്ലല്ലോ ഇത്രയും ചൂട്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ. വേലിൽ നീ വായനശാലയിൽ പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. ചേച്ചേ, അയാളെ പോലെ നമ്മള് സംസ്കാരം ഇല്ലാതെ പെരുമാറിയാലോ? എന്ത് സംസ്കാരം? ഇതിനൊക്കെ അതേ ഉള്ളു മരുന്ന്. ഞാനായിരുന്നെങ്കിൽ അവന്റെ കരണ പറ്റിട്ട് കണ്ടു കൊടുത്തേനെ. വീടൊക്കെ എടുത്തിട്ടേ. സാറിന് കഴിഞ്ഞ് എവിടെയും പുറത്ത് കിട്ടിയാ തീർക്കുനാണ്. കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്. എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല. പിന്നെ ജനിക്കേണ്ടവനേ അല്ല. നാക്കെടുത്ത അധിക പ്രസംഗേ പറയൂ. ഈ ചെക്കന്റെ കാര്യം ഓർത്ത് ഒരു സമാധാനം ഇല്ല. നേര് പറയാലോ ഭാനു, എനിക്ക് പേടിയായി തുടങ്ങി. നമ്മുടെ അരയെ കെട്ടിയിരിക്കുന്ന ചരട് പാമ്പായിട്ട് വന്ന് നമ്മളെ തന്നെ കടിക്കുമെന്നുള്ള പേടി. അധ്യാപകൻ അത് ചോദ്യം ചെയ്തു. അപ്പോഴാണ് തന്നെ ഇത്തരത്തിൽ പെരുമാറുകയാണെങ്കിൽ ഈ മുറിക്കകത്ത് തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് നാട്ടുകാരോട് മുഴുവൻ പറയും. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിക്കുമെന്ന് ആദ്യം ഭീഷണി മുഴക്കിയത്. അപ്പോഴും അടുത്ത ലക്കത്തിൽ എന്റെ ഫീച്ചർ വന്നില്ല എങ്കിൽ അമ്മച്ചിയാണ് നീ നിന്റെ 65 വയസ്സുള്ള അമ്മമ്മേനെ പീഡിപ്പിച്ചെന്ന് ഞാൻ തീപ്പന്തൽ എഴുതും. നോക്കിക്കോ. അതിന് നിനക്കൊരു സമ്മാനം തരണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാ. ഈച്ചയ്ക്ക് വ്രണം കാട്ടരുത്, പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം. എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരരുത് എന്ന കർശന നിർദ്ദേശം വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. ഇത് ലംഘിച്ചുകൊണ്ട് ഒരു +1 വിദ്യാർത്ഥി ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു. ഇത് അധ്യാപകൻ പിടിച്ചു. അന്ന് നിനക്ക് പറ്റിയതൊരു കയ്യബദ്ധമായിട്ടേ ഞാൻ കരുതിയുള്ളൂ. ഇപ്പൊ നീ 18 അടവും പഠിച്ച തെമ്മാടിയായിട്ടാ തിരിച്ചു വന്നിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. പണ്ട് മിശിഹായെ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട കർത്താവെ എന്റെ മേലിങ്ങനെ ആണിയടിച്ചു കയറ്റണേ? അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു കുരിശ. എന്നെ കൊണ്ട് അധികം കാലം ഇത് ചൊമ്പിക്കില്ല. അങ്ങനെ ഇതൊരു പരക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ അത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഇടപെടൽ, ഒരു ബോധവൽക്കരണം, ഒരു അവയർനെസ് ക്ലാസ് ഒക്കെ ഇവർക്ക് വയ്ക്കേണ്ടതല്ലേ? എട്ടും മുട്ടും തിരിയാത്തോണ്ട് വായന്ന് വന്നത് കേട്ടില്ലേ? ഇവനൊക്കെ വലുതായ എന്താവും? എന്താവാൻ? വേരിന് വളം വെക്കാതെ തലയ്ക്ക് വളം വെച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ ഇനി ഒരുത്തനെ നന്നാക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മ സീനാണ് പറഞ്ഞത്. നീ ആരാ? ഞാൻ ബോസാണ്. അത്രത്തോളം ബഹുമാനത്തോടെ കണ്ടിരുന്ന അധ്യാപകരാണ് ഇപ്പോൾ ഒരു കുട്ടി വളരെ ഗുണ്ടകൾ പോലും ഈ രീതിയിൽ ഒരു അധ്യാപകനോട് സംസാരിക്കുമെന്ന് സംശയമുണ്ട്. അപ്പോൾ അത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പോലീസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കണമെന്ന് തന്നെയാണ്. ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഈ മാസം കായ്ഫലം കുറവാന്നാ തോന്നുന്നേ. കായ്ഫലം അല്പം കുറഞ്ഞാലും പേട്ട് തേങ്ങ ഉണ്ടാവില്ല. മണ്ണിനെ വിശ്വസിക്കാം, ചതിക്കില്ല.
നമ്മളെ മൈൻഡൊക്കെ മാറുന്ന ഒരു സമയം, ആ സമയത്ത് നമ്മളല്ലാതാവും. പാലക്കാട് തൃത്താലയിൽ അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അധ്യാപകനോട് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ ഇന്നലെ നടുറോട്ടിൽ വെച്ച് കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി. മാപ്പ് മാപ്പ് മാപ്പ്. പുറത്താക്കാൻ വൈകിയതിൽ എനിക്ക് അത്ഭുതമുള്ളൂ. ഞാൻ ചില വിട്ടുവീഴ്ചകൾക്ക് ഒരുങ്ങിയാണ് എന്റെ സംഘടനയ്ക്ക് വേണ്ടി. എന്താണാവോ? രക്ഷിതാവിനെ കൊണ്ടുചെന്നില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്തി. അതെന്റെ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് അമ്മ എനിക്കൊരു രക്ഷിതാവിനെ ഏർപ്പാടാക്കി തരണം. എഴുന്നേൽക്ക്. എന്താ കുട്ടി കാട്ടണേ? സ്കൂളിലോ എനിക്ക് സ്വരം തരുന്നില്ല, റോട്ടിൽ വന്ന് അവിടെ തരില്ല സ്വരം. രാത്രി ആയില്ലടാ, നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക പോണ. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ